ഈ റിപ്പോർട്ടിലേക്ക് പോകാം. എന്തായാലും ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പോളിംഗ് പാലക്കാട് തുടക്കം വളരെ ശുഭകരമാണ്. കാരണം ഇതുവരെയായിട്ട് 8% പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നല്ല ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പിരാഗിരി, മാത്തൂർ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. കണ്ണാടിയിൽ ഇത്തവണ ഞങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കണ്ണാടി ഇപ്പോൾ പഴയ അന്തരീക്ഷമല്ല. പുതിയ വോട്ടർമാർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ കണ്ണാടിയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കാരണം നാഷണൽ ഹൈവേയിലാണ് പലരും, അവിടുത്തെ പല സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരിസരത്തൊക്കെ. അതുകൊണ്ട് കണ്ണാടിയിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷ താഴേക്ക് പോയിട്ടില്ല പാലക്കാടിനെ സംബന്ധിച്ച്. ഒട്ടും ബാധിക്കില്ല. അത് ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത്. കാരണം ഒരു ഗവൺമെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞാൻ ആ പരസ്യത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ LDF സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്റർ ഇല്ലാത്ത അവസ്ഥയാണ്. സരിനെ കുറിച്ച് 2 നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ദീപ് വാര്യരെ കുറിച്ച് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു. അതും 2 എന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ശൈലിക്ക് വിരുദ്ധമാണ്. ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം. കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി. ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും, റിസൾട്ട് 23 വരും. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ 2 പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. UDFനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. UDFന് കിട്ടേണ്ട ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല. മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു RSS കാര്യാലയം പണിയാൻ ഭൂമി വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പറയുന്നത് ശരിയാണ്? അതായത് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല. ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ കൂടെയാണ് വാർത്ത അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് വിട്ടുകൊടുത്ത ഭൂമിയാണ്. അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ആ കാര്യത്തിൽ അദ്ദേഹം അമ്മയുടെ വിൽപത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ അദ്ദേഹമായിട്ട് എഴുതി കൊടുത്തതല്ല. അദ്ദേഹമായിട്ട് എഴുതി കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന് പിൻവലിക്കാം. അദ്ദേഹത്തിന്റെ അമ്മയാണ് എഴുതി കൊടുത്തത്, അമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാവ് എന്നുള്ളത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം RSS BJPയുമായിട്ട് ബന്ധപ്പെട്ട
ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അക്കാര്യം പാർട്ടിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ വി മുരളീധരന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇതിൽ വയനാട് വളരെ ദൗർഭാഗ്യകരമാണ് അക്കാര്യം. കാരണം ഏതാണ്ട് 400 പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. 200 പേരെ കാണാനില്ല. അതിന്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തം 600 പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ? ഓരോ പൗരനും ആയുസ് അതിനുവേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ. 600 പേര് മരിച്ചവർ കേരളത്തിലുള്ളവരല്ലേ, ഇന്ത്യക്കാരല്ലേ? അപ്പൊ അത് നിസ്സാരാണോ? അത് 2 പഞ്ചായത്ത് 2-3 വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ? ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അതിന് പകരം 3 വാർഡുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം? അദ്ദേഹം പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ്. കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ. അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോട്ടെ, ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാചകങ്ങൾ? അത് തെറ്റാണ്. അദ്ദേഹവും മാപ്പ് പറയണം, അദ്ദേഹത്തിന്റെ പാർട്ടിയും മാപ്പ് പറയണം. ഒരു 4 പൈസ പോലും തന്നില്ല എന്നുള്ളത് പോട്ടെ, അതിന് വരെ അവമാനിക്കുക, അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശരിക്കും പാർട്ടിയുടെ നിലപാട് കൂടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും പണം ഇതുവരും തരാത്തത്. പിന്നെ അടിയന്തര സഹായം പോലും ബിജെപി 1 പൈസ പോലും തന്നില്ല. അത് ഈ നിലപാടായിരിക്കും ബിജെപി. ഇതായിരിക്കും നിലപാട്, ഇതായിരിക്കും അവരുടെ നിലപാട്. അതായത് ഇപ്പൊ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും കേരളത്തിനോടെ നിലപാട് ഇതാണ്. എന്താ, കേരളം ഇന്ത്യയിലല്ലേ? എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 600 പേരാണ് മരിച്ചത്. അത് പഞ്ചായത്തിന്റെ വാർഡിന്റെ ഒന്നും കണക്കെടുക്കണ്ട, കേരളത്തിലല്ലേ സംഭവം. കേരളത്തിൽ 600 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മൊത്തം ദുഃഖല്ലേ? അതിനൊരു വാർഡിന്റെ ഇഷ്യൂ ആയിട്ടാണോ കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യമായിട്ട് നൽകാത്തതാണ് വി മുരളീധരന്റെ പരാമർശം. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ. ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് സാങ്ഷൻ ചെയ്യാൻ എന്താ കുഴപ്പം? അറ്റ്ലീസ്റ്റ് 100 കോടിയെങ്കിലും ആദ്യ ഗഡുവായിട്ട് കൊടുത്താൽ അത് വളരെ സഹായമല്ലേ? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് ന്യായീകരിക്കുകയല്ല. പക്ഷേ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരിക തന്നെ വേണം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് കേരളത്തിന്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണമെങ്കിലും തന്നൂടെ? അപ്പൊ അത് തരാത്ത തെറ്റ് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം പല സംഘടനകളും വീട് വെച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പൊ ഞങ്ങൾ തന്നെ 100 വീടുകൾ പണിയാൻ തീരുമാനിച്ചു. അതിന്റെ എമൗണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പണിയേണ്ട സ്ഥലം വിട്ടുതരേണ്ടത് സംസ്ഥാന സർക്കാർ. ഈ കാര്യത്തിൽ കേരളത്തിന്റെ വിഷയങ്ങൾ ഞങ്ങളിപ്പോ LDF എന്ത് പറയുന്നത് ഞങ്ങൾ നോക്കുന്നില്ല. കേരളം ചെയ്യണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഇന്നലത്തെ ഹർത്താൽ, വയനാട് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്. പക്ഷേ കേന്ദ്രം തരാത്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സ്